ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാത്തലിക് മിററിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും വലിയ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഞാനും മാത്യച്ചനും കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമ്മളൊരു പുതിയ വിഷയമായിട്ട് ഇത് വന്നിരിക്കുന്നു. ഇന്നത്തെ വിഷയം വെച്ചാൽ നമുക്കറിയാവുന്നതുപോലെ കത്തോലിക്കാ സഭ, ക്രൈസ്തവ സമുദായം തീർത്ത് ശോഷിച്ചു വരുന്നു. നമ്മൾ വിശ്വാസികളിൽ എണ്ണത്തിൽ വർധനമില്ലാത്തതിന് പല കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടൊരു കാരണം നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങുന്നത് നമ്മളുടെ പല യുവജനങ്ങളും വിവാഹത്തിലേക്ക് താല്പര്യം കാണിക്കുന്നില്ല. അപ്പോൾ അതിനുള്ള ഈ ഒരു പ്രതിസന്ധി, അതായത് സഭയെ ശോഷിച്ചു പോകുന്നു, സഭയെ വളർത്തേണ്ട പ്രധാനപ്പെട്ട ഘടകമായ യുവജനങ്ങൾ വിവാഹത്തിലേക്ക് വരുന്നില്ല. ഇപ്രകാരമുള്ളൊരു പ്രതിസന്ധിയിൽ ഉചിതമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അച്ഛൻ്റെ അഭിപ്രായം ഒന്ന് പങ്കുവച്ച് നമുക്ക് ആരംഭിക്കാറുണ്ട്. സത്യമായിട്ടും ചേട്ടാ, ഈ വിവാഹത്തിൽ താല്പര്യമില്ല എന്നവർ പറയുമ്പോൾ അവർ വിവാഹത്തെ ഒരു ലൗകികമായ ഒരു കാര്യമായിട്ടാണ് അവർ കാണുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ വിവാഹമെന്ന് പറയുന്നത് സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉന്നതമായ ഒരു കാര്യമാണ്. കാരണം വിവാഹം ഒരു കൂദാശയാണല്ലോ. കൂദാശ എന്ന് പറയുന്നത് എന്താ? ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടൽ, തുടക്കം മുതൽ അവസാനം വരെ നിലനിൽക്കുന്ന ഒന്നിൻ്റെ പേരാണല്ലോ കൂദാശ. അപ്പം വിവാഹമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളതാണെന്നും അത് സഭയിലെ ഏറ്റവും ദൈവാനുഭവം ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഒന്നാണ് എന്നുമുള്ള ഒരു ആത്മീയ തിരിച്ചറിവ് ഈ യുവജനങ്ങൾക്കിന്ന് കൊടുക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടത് കൊണ്ടാണെന്ന് തോന്നുന്നു പലരും വിവാഹം വേണ്ട എന്ന് പറയുന്നത്. അച്ഛനിങ്ങനെ ഒരു കൗൺസിലറാണ്. അപ്പോൾ അച്ഛനടുത്ത് വരുന്ന എന്തെങ്കിലും മാതാപിതാക്കൾ പറയാറുള്ള വിഷയം, അല്ലെങ്കിൽ അവർ തന്നെ പറയാനുള്ള വിഷയം എന്താണ്? അവർ വിവാഹത്തോട് ഒരു എതിർപ്പ് അവർക്കുള്ളത്, അല്ലെങ്കിൽ മാറി നിൽക്കുന്നതിൻ്റെ ഒരു പ്രധാനമായ ഒരു എതിർപ്പെന്ന് പറയുന്നത് എല്ലാവരും കുറച്ചുകൂടി സെൽഫ് സെൻറ്റേർഡായി മാറിക്കൊണ്ടിരിക്കുക. എൻ്റെ ഇഷ്ടം നടക്കണം. വിവാഹം കഴിച്ച് ഞാനൊരു ജീവിത പങ്കാളിയുമായിട്ട് ജീവിക്കുമ്പോൾ എൻ്റെ പല ഇഷ്ടങ്ങളും ഞാൻ ഉപേക്ഷിക്കേണ്ടി വരും. അപ്പോൾ സ്വന്തം ഇഷ്ടം ഉപേക്ഷിക്കാനുള്ള ഒരു മടി, ഒരു സ്വാർത്ഥ കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത. പിന്നെ ചിന്തിക്കുന്നത് ഇതാണ്: ഈ വിവാഹം വേണ്ട എന്ന് പറയുന്നവർക്കൊക്കെ പല ഫ്രണ്ട്സും ഉണ്ടാകും. അവർക്കൊരു ഫ്രണ്ട്സ് ഗ്യാങ് ഒക്കെ ഉണ്ടാവും, ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാവും, പിയർ ഗ്രൂപ്പ് എന്ന് പറയും. അവരൊക്കെ എന്നും ഉണ്ടാകുമെന്നുള്ളൊരു മിഥ്യാധാരണ. ഇപ്പോൾ ഉള്ളവരെ ചങ്ക് ബ്രോസായിട്ട് ഇനിയും നാളെ ഉണ്ടാകും, എൻ്റെ മരണം വരെ ഉണ്ടാകുമെന്നുള്ള ഒരു മായാ ലോകത്തിലാണ് ഇവർ കഴിയുന്നത്. പക്ഷേ ഓരോ സുഹൃത്തും നമ്മളെ കൈവിട്ടു പോകുന്ന സമയങ്ങളുണ്ട് എന്ന്. അവരാണെങ്കിലും ഒരു ശരിയായൊരു സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ളൊരു സ്നേഹബന്ധമൊന്നും അല്ലല്ലോ. ലൗകികമായ വൈകാരികമായ ഒരു സ്നേഹബന്ധം മാത്രമാണ്. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിവാഹം ഒരു കൂദാശയാണെന്നും ദൈവത്തിന്റെ സജീവ ഇടപെടൽ അനുഭവിക്കേണ്ട വേദിയാണെന്നുമുള്ള തിരിച്ചറിവില്ലായ്മ, അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് വിവാഹമെന്ന കൂദാശയെക്കുറിച്ചുള്ള ശരിയായ അറിവും ബോധ്യവും നമുക്കറിയാലോ. വിശുദ്ധ കുമ്പസാരം ഒരു കൂദാശയാണ്, കുർബാന ഒരു കൂദാശയാണ്. അതുപോലെ തന്നെയാണ് എന്ത് വിവാഹം. അത് എനിക്ക് തോന്നുന്നു ആദിമസഭയിലെ ആ ഒരു മധ്യകാല സഭയിലെ ഒരു കാഴ്ചപ്പാട് ഇപ്പോഴും ഇല്ലെങ്കിലും പൗരോഹിത്യത്തിനും സന്യാസത്തിനും ഉള്ളതുപോലെ കളറ് കുടുംബത്തിനും വിവാഹത്തിനും അത്ര സഭയിൽ ഇപ്പോഴും അത്ര ഉണ്ടോ എനിക്കറിഞ്ഞുകൂടാ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗരോഹിത്യത്തിന് വലിയ ശ്രേഷ്ഠത നൽകപ്പെടുന്നു, സന്യാസം നൽകപ്പെടുന്നു, അതുള്ളതാണ് താനും. അതേസമയത്ത് അച്ഛൻ പറഞ്ഞു വിവാഹം ഒരു കൂദാശയാണെന്ന് പറഞ്ഞു. പൗരോഹിത്യ കൂദാശയാണ്, വിവാഹം ഒരു കൂദാശയാണ്. പക്ഷേ ഈ ഒരു വിവാഹം എന്ന കൂദാശയ്ക്ക് കുടുംബജീവിതത്തിന് അത്ര വലിയൊരു ശ്രേഷ്ഠതയുണ്ടെന്നുള്ള ഒരു കാഴ്ചപ്പാട് പറയുന്നുണ്ടെങ്കിൽ തന്നെ അത്ര കാര്യമായിട്ട് വിശ്വാസികളിലേക്ക് എത്തുന്നില്ല. എനിക്കൊരു സംഭവം ഓർമ്മ വരുന്നത് 9-ാം പീയൂസ് പാപ്പയുടെ കാലത്താണല്ലോ നമ്മുടെ ഫ്രെഡറിക് ഓസാന വിൻസെൻ്റ് പോൾസ് സ്ഥാപന അദ്ദേഹം മരിക്കുന്നത്. ഇപ്പോൾ ഈ 9-ാം പീയൂസ് പാപ്പ എന്തൊരു ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കർദിനാൾ വന്ന് ചെവി പറഞ്ഞു അത്രേ, പരിശുദ്ധ പിതാവേ, ഫ്രെഡറിക് ഓസാനം മരിച്ചു. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മനുഷ്യൻ, പക്ഷേ പുള്ളി വിവാഹം കഴിച്ച് പോയായിരുന്നു പറഞ്ഞു. ഉടനെ പോപ്പ് പറഞ്ഞു അത്രേ, കർത്താവ് ഈശോ മിശിഹ 6 കൂദാശ ഒരു ട്രാപ്പ് സ്ഥാപിച്ചു എന്ന് ഞാൻ അത് അങ്ങനെ ഒരു ചിന്ത പലർക്കും ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പം ഈ വിശ്വാസികളിൽ പോയി. കാരണം അച്ഛൻ പറഞ്ഞതുപോലെ വിവാഹം, കുടുംബജീവിതം എന്നിവ അതിശ്രേഷ്ഠമാണ് എന്നുള്ള കാര്യകാരണ സഹിതം വിശ്വാസികൾക്ക് ബോധ്യം നൽകാത്തതുകൊണ്ട് ഇപ്പോഴും അറിയാതെങ്കിലും വിവാഹത്തെ സന്യാസത്തെക്കാളും പൗരോഹിത്യത്തെക്കാളും വളരെ താഴ്ന്ന എന്തോ എന്നാണ് വിവാഹം, കുടുംബജീവിതം എന്നൊക്കെ ഒരു ചിന്ത പരക്കെ ഉള്ളതുകൊണ്ട് ഇതിനോട് മതിപ്പില്ല, ഒരു മതിപ്പ് വരുന്നില്ല. എനിക്ക് തോന്നുന്നു ഇനി വിവാഹത്തിന് തിരുപ്പട്ടം എന്നൊക്കെ പറഞ്ഞാൽ തിരുവിവാഹം എന്നൊക്കെ പേരിട്ട് അങ്ങനെ എന്തോ ഒരു ചർച്ചയൊക്കെ ഇവിടെ കേട്ടായിരുന്നു. ഇങ്ങനെ തിരുവിവാഹം എന്നൊക്കെ ഒരു പേരൊക്കെ ഇട്ട് വിളിച്ചിട്ട് അതിനാനുപാതികമായ രീതിയിലുള്ള ഒരു ബോധ്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച്
അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ എനിക്കൊന്ന് മറ്റൊരു പ്രശ്നം, കുടുംബങ്ങളിൽ മാതാപിതാക്കളുടെ ജീവിതം. അല്ല, അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഒരു അല്പം കൂടെ ക്ലാരിറ്റി തരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണേ. അതായത് സഭയിൽ 7 കൂദാശകളാണുള്ളത്. വിവാഹത്തിന് തിരുവിവാഹമെന്ന് തന്നെ നമ്മൾ പേരിട്ട് വിളിക്കണം. കാരണം ആദ്യത്തെ 3 കൂദാശകൾ അത് പ്രാരംഭ കൂദാശകൾ എന്നറിയപ്പെടുന്ന നമ്മുടെ മാമോദീസായും പരിശുദ്ധ കുർബാനയും സ്ഥൈര്യലേപനവും. പിന്നീടുള്ള 2 കൂദാശ സൗഖ്യത്തിൻ്റെ കൂദാശ എന്നാണ് അറിയപ്പെടുന്നത്. ഏതൊക്കെയാ? കുമ്പസാരവും രോഗീലേപനവും. അത് കഴിഞ്ഞ് വരുന്ന 2 കൂദാശകൾ ഇത് അറിയപ്പെടുന്നത് ഒരൊറ്റ പേരിലാണ്. അതായത് എന്താണ്? പൗരോഹിത്യവും വിവാഹവും അറിയപ്പെടുന്നത് സഭാ ശുശ്രൂഷയുടെ കൂദാശ എന്ന പേരിലാണ്. എന്ന് പറഞ്ഞാൽ ഒരു പുരോഹിതൻ ദിവ്യബലി അർപ്പിക്കുന്നു, കുമ്പസാരിപ്പിക്കുന്നു, അദ്ദേഹം മറ്റു കാര്യങ്ങൾ ഇടവകയുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹം സഭയെ ശുശ്രൂഷിക്കുന്നത് പോലെയാണ് ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരു ചേട്ടൻ ആ കുടുംബത്തെ പുലർത്താൻ വേണ്ടി അധ്വാനിക്കുമ്പോഴും ഒരമ്മ അടുക്കളയിൽ പിള്ളേർക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുമ്പോഴും അവർ ചെയ്യുന്നത് എന്താണ്? സഭയെ ശുശ്രൂഷിക്കുകയാണ്, സഭയെ വളർത്തുകയാണ്. അതുകൊണ്ട് വിവാഹവും പൗരോഹിത്യവും എന്താ പറയുക, സഭ ആ രീതിയിലാണ് കാണുന്നത്. രണ്ടും ഒരേപോലെ ശ്രേഷ്ഠമാണ്, ഒന്നൊന്നിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ മാനുഷികമായ ഭാഷയിൽ പറഞ്ഞാൽ വിവാഹം ഒരു അല്പം കൂടെ ശ്രേഷ്ഠമാണ്. കാരണം നല്ല വിവാഹം നടന്നാലേ നല്ല പുരോഹിതർ ഉണ്ടാവുള്ളൂ, നല്ല കുടുംബം ഉണ്ടായാലേ നല്ല പുരോഹിതർ ഉണ്ടാവില്ല. അതിലേക്ക് ഞാൻ പറഞ്ഞു വെച്ചത്, ഇപ്പം ഈ വിവാഹത്തിലേക്ക് യുവജനങ്ങളൊക്കെ വരാത്തതിൻ്റെ കാരണം, ഇപ്പം ഞാനും എൻ്റെ ഭാര്യയും അത്ര നന്നായിട്ട് ജീവിക്കുന്നതല്ല ഞാൻ പറയുന്നത്. പക്ഷേ എൻ്റെ മൂത്ത മോള്, അവിടെ ഞങ്ങളിങ്ങനെ 2 പേര് കേട്ടോ, സന്യാസി പറയുമ്പോൾ പോലും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്ക് വിവാഹം കഴിച്ച് ഒത്തിരിയേറെ കുഞ്ഞുങ്ങളുണ്ടാകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ ഇപ്പോൾ വിവാഹത്തെക്കുറിച്ച് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ സന്യാസം മോശം നടത്തിലല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഇനി കുടുംബത്തിലെ പേരൻസ് ശ്രദ്ധിക്കണം. അവർ തമ്മിലുള്ള ആ കുടുംബത്തിലെ ഭാര്യ ഭർത്തൃ ബന്ധം, അവർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ഊഷ്മളത, ആ ബന്ധമൊക്കെ കാര്യമായിട്ട് കണ്ടു കഴിയുമ്പോൾ കുട്ടികൾക്ക് വിവാഹത്തോട് ഭയങ്കരമായിട്ടൊരു ആകർഷണം തന്നെ ഉണ്ടാകും. നമ്മൾ സാക്ഷ്യത്തിലൂടെ ഉണ്ടാകുന്ന ഒരു പ്രസരണമുണ്ടല്ലോ. എനിക്കറിയാവുന്ന ഇപ്പോൾ വിവാഹിതയായ 2 കുട്ടികളുള്ള ഒരു സഹോദരി, അവൾ വിവാഹത്തെക്കുറിച്ച് ഒരിക്കൽ എന്നോട് പറഞ്ഞത്, ഞാൻ വിവാഹം കഴിക്കാൻ കാരണം എൻ്റെ അപ്പൻ്റെ അമ്മയും തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധം കണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു വിവാഹത്തിലെ ഇത് പറയുമ്പോഴേ ഞാൻ ഓർക്കുന്നത് പല കുട്ടികളും വിവാഹം കഴിക്കാത്തതിൻ്റെ ഒരു പ്രധാന കാരണം അപ്പനും അമ്മയും തമ്മിൽ അത് ഞാൻ പറഞ്ഞത് ഞാൻ പറയാതെ പറഞ്ഞു പോയതാണ്. അങ്ങനെ പ്രശ്നമുണ്ട്, അതൊരു വലിയൊരു വിഷയമാണ്. അപ്പം നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. പിന്നെ ഈ വിവാഹത്തെക്കുറിച്ച് അച്ഛൻ പറഞ്ഞ സമയത്ത് എൻ്റെ പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വന്നു. അച്ഛൻ പറഞ്ഞല്ലോ തിരുവിവാഹം എന്ന് വിളിക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ആത്മാവിനുള്ളിലേക്ക് തന്നൊരു ചിന്ത, ഇപ്പം അച്ഛൻ പറഞ്ഞു കൂദാശ. സഭ വിശ്വസിക്കുന്നത് എല്ലാ കൂദാശകളും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. അപ്പോൾ അച്ഛൻ അങ്ങൊരു വൈദികനാണ്, കുമ്പസാരിപ്പിക്കുന്നു. കുമ്പസാരം ആരംഭിക്കുന്ന സമയം തൊട്ട് അവസാനം വരെ പരിശുദ്ധാത്മാവുണ്ട് അല്ലേ? പരിശുദ്ധ സമയത്തും അങ്ങനെയുണ്ട്. വിവാഹം എന്ന കൂദാശ എപ്പോൾ ആരംഭിച്ചു, എപ്പോൾ അവസാനിക്കുന്നു? ചിലപ്പോൾ ഞാൻ ധ്യാന സമയത്ത് ചോദിക്കും, എന്നാ നിങ്ങൾ വിവാഹം കഴിഞ്ഞത്? അപ്പോൾ ഒരു ഡേറ്റ് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞ വിവാഹം കഴിഞ്ഞ ദിവസമല്ല, വിവാഹം ആരംഭിച്ച ദിവസമാണ് അല്ലേ? നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഒരു കൂദാശയുടെ ആരംഭം തൊട്ട് അദ്ദേഹം പറയാൻ പോകുന്ന എന്നെ തന്നെ ഭയങ്കരമായിട്ട് ജ്വലിപ്പിച്ചൊരു പരിശുദ്ധാത്മാവിൻ്റെ നിവേശനമായിരുന്നു. അതെ, ഒരു കൂദാശയുടെ ആരംഭം തൊട്ട് അവസാനം വരെ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ വിവാഹമെന്ന കൂദാശ ദേവാലയത്തിൽ ആരംഭിച്ച അന്ന് തൊട്ട് ഈ പങ്കാളികളുടെ ജീവിതത്തിൽ, അവരിപ്പോൾ അമേരിക്കയിലും ഭർത്താവ് അമേരിക്കയിലും ഭാര്യ കേരളത്തിലാണെങ്കിലും അവർ പരിശുദ്ധാത്മാവിലാണ്, കൂദാശയിലല്ലേ? പങ്കാളികൾ ഒരാൾ മരിക്കും വരെയും അവർ ആ കൂദാശയിലാണ്. കൂദാശയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പിന്നെ കുമ്പസാരത്തിലും പരിശുദ്ധ കുർബാനയിലും സ്ഥൈര്യലേപന സമയത്തും ആ കൂദാശയുടെ മുഴുവൻ സമയത്തും പരിശുദ്ധാത്മാവ് അവിടെ ഉള്ളതുപോലെ വിവാഹം കഴിച്ച ദമ്പതികളുടെ ജീവിതത്തിൽ മുഴുവൻ സമയത്തും പരിശുദ്ധാത്മാവുണ്ട്. അപ്പോൾ ഈ ഒരു ഇങ്ങനെയുള്ള തിരിച്ചറിവുകളിലേക്ക് വിശ്വാസത്തെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടി അവർ അഭിമാനബോധമുള്ളവരായിട്ട് മാറും. വിവാഹം കഴിക്കാത്ത അവനേക്കാളും ഒരു ചെറുപ്പക്കാരൻ, അവൻ 35 വയസ്സായി, വിവാഹം കഴിച്ചു, ഭാര്യയുണ്ട്, 3 മക്കളുണ്ട്, അവൻ്റേതേ പ്രായമുള്ള അപ്പുറം നടക്കുന്നു. അവനത് മനസ്സിലാവുകയാണ്, അവനേക്കാൾ എത്രയോ ശ്രേഷ്ഠനാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൽ അവനേക്കാൾ ഉപരിയായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എൻ്റെ ജീവിതത്തിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എന്താണ് കൂദാശയിലുള്ളത്, വിവാഹത്തിലുള്ളത്, അതിനെക്കുറിച്ചൊക്കെയുള്ള ശരിയായ കാഴ്ചപ്പാട് നൽകിക്കഴിഞ്ഞ് എനിക്ക് മുമ്പ് പറഞ്ഞതുപോലെ കുറച്ചൊരു വിവാഹത്തിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആകർഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് കൊടുക്കേണ്ട ഒന്ന് കാര്യം ഈ കുഞ്ഞുങ്ങളെ പരമാവധി ജനിപ്പിക്കുക എന്നുള്ള ആ ഒരു ശുശ്രൂഷയെക്കുറിച്ച് അല്ലേ? അതേക്കുറിച്ച് എന്തെങ്കിലും സാധാരണ ലൗകികമായൊരു ചിന്തയുണ്ട്. ഇപ്പം നമുക്കറിയാം, പണ്ട് കാലത്ത് ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടായി, അവരെല്ലാവരും കൂടെ എങ്ങനെയൊക്കെയോ വളർന്നു, അതെല്ലാവരും പങ്കുവെച്ചും ഉള്ളത് പങ്കുവെച്ച് കൊടുത്ത് വളർന്നു. പക്ഷേ ഇന്ന് കുഞ്ഞുങ്ങളുണ്ടായി കഴിയുമ്പോഴേക്കും അവരെ വളർത്തിക്കൊണ്ട് വരാനായിട്ട് ഒത്തിരി ചിലവുകളുണ്ട്, ഒരു സ്കൂളിൽ അഡ്മിഷൻ തന്നെ. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നല്ല ജോലിയൊക്കെ ഇഷ്ടംപോലെ സാധ്യതയല്ലേ? അപ്പോൾ ആൾക്കാർ ചിന്തിക്കുന്നൊരു ചിന്ത ഇതാണ്,
നമ്മൾ രണ്ടുപേര് ഉണ്ട്, 2 എണ്ണം മതി, ഉള്ളവരെ നല്ലതായിട്ട് ഡീസൻ്റായിട്ട് വളർത്തിക്കൊണ്ട് വരണ്ടേ എന്നൊരു ചിന്ത സാധാരണ മനുഷ്യരുടെ ഉള്ളിലുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ വന്ന ചിന്ത ഇതാണ്, നമുക്ക് കുഞ്ഞുങ്ങളെ ദൈവം തന്നതാണ്, ഇത് ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണ്. അപ്പം ദൈവം നമുക്ക് കുഞ്ഞുങ്ങളെ തരുന്നുണ്ട് എങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടതെല്ലാം ആര് പ്രൊവൈഡ് ചെയ്യും? ഒരു പാക്കേജ് തന്നെ ഉണ്ട്, ഒരു പാക്കേജ് തന്നെ അതിനകത്ത് ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. പക്ഷേ ഇങ്ങനെ ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. ആദ്യം കുഞ്ഞുങ്ങളെ അയാൾ ഡീസൻ്റ് ആയിട്ട് വളർത്തിക്കൊണ്ട് വരാൻ പറ്റുമോ? അതിനുള്ള അച്ഛൻ മുമ്പ് പറഞ്ഞതിൻ്റെ ബാക്കി ഭാഗമാണ്. അതായത് വിവാഹം കഴിക്കാതിരിക്കുന്നത് സ്വാർത്ഥത കൊണ്ടാണെന്ന പോലെ തന്നെ വിവാഹത്തിൽ കൂടുതൽ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാതിരിക്കുന്നതും സ്വാർത്ഥത അതിൻ്റെ ബാക്കി ഭാഗമാണ്. ഇപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചാൽ തന്നെ എന്താണ്, ഇപ്പം ഞാൻ വർഷങ്ങൾ എൻ്റെ ആദ്യ കുഞ്ഞുണ്ടായ സമയത്ത് അതിനുശേഷം ഒരു ദിവസം ഈ കുട്ടികളുടെ പാവകളൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ പോയി നിൽക്കുക. പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്ക് ചിന്ത വരും, ഈ പാവയൊക്കെ എന്താ ഉണ്ടായത്? കാരണം പണ്ടൊന്നും പാവയില്ലായിരുന്നല്ലോ. പാവ എന്തിനു വേണ്ടി ഉണ്ടായി? ഇപ്പം ഓർത്തത്, ഒരു പെൺകുട്ടിക്കൊരു പാവയും ആൺകുട്ടിക്ക് കാറിനെയും കൊടുത്തു കഴിഞ്ഞാൽ അപ്പനും അമ്മ ഇവർ കാര്യം നോക്കേണ്ട ആവശ്യമില്ല. ഇവരുടെ സമയം ചെലവഴിക്കേണ്ട ആവശ്യമില്ല, സ്നേഹം പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല, തങ്ങളുടെ സ്വാർത്ഥതയിലേക്ക് മടങ്ങാം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അത് വന്ന് മൊബൈൽ ഫോണിലായി. എന്തുമാത്രം നാശമാണ് അല്ലേ ഞാൻ പറഞ്ഞു വന്നത്. അതായത് ഇതെല്ലാം ആ സ്വാർത്ഥത വർദ്ധിച്ച് വന്ന് കുഞ്ഞുങ്ങളെ വിവാഹം കഴിക്കുന്നില്ല, കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നില്ല, ജനിപ്പിച്ചാൽ തന്നെയും അവർക്ക് വേണ്ടി ജീവിക്കുന്നില്ല. കുറച്ച് സ്കൂളിൽ കൊണ്ടുപോയിട്ടു, തുണി മേടിച്ചു കൊടുത്തു, ഭക്ഷണം കൊടുത്തു, അല്ലാതെ ഇവരുടെ കൂടെ ഇരുന്ന് സ്നേഹം പ്രകടിപ്പിക്കാനോ അങ്ങനെ കുഞ്ഞുങ്ങളെ ദൈവം നമുക്ക് തരുന്നത്, ഞാൻ വിശ്വസിക്കുന്ന ദൈവം നമുക്ക് കുഞ്ഞുങ്ങളെ തരുന്നത്, ദൈവം നമുക്ക് തരുന്ന കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് വളർത്തി വിശുദ്ധനാക്കി അല്ലേ എവിടെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധ പോകാതെ കുറച്ച് ഭക്ഷണം കൊടുക്കുക, വസ്ത്രം കൊടുക്കുക, സ്കൂളിൽ ചേർക്കുക, നല്ല സ്കൂളിൽ ചേർക്കുക, അതും പിള്ളേർക്ക് വേണ്ടിയൊന്നും ആയിരിക്കുകയല്ല, തങ്ങളുടെ ഒരു അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് നമ്മുടെ യുവജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അല്ലേ. പക്ഷേ ഞാൻ ഒരു സംഭവം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണേ. എൻ്റെ പട്ടം കിട്ടിക്കഴിഞ്ഞ സമയത്ത് ഒരു ദമ്പതികളുടെ വിവാഹത്തിന് അവരുടെ ആദ്യത്തെ കുഞ്ഞിൻ്റെ മാമോദീസായിക്ക് എന്നെ വിളിച്ചു. അപ്പം ഞാൻ പോയി, നിറയെ ആളാണ്, പള്ളി നിറച്ച ആൾക്കാരാണ്, വലിയ ആഘോഷം. അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ ഇടയ്ക്ക് കുറച്ച് നാൾ മുമ്പ് അവരുടെ 4ാമത്തെ കുഞ്ഞിൻ്റെ മാമോദീസായിക്കും എന്നെ വിളിച്ചു. ബാക്കി 2 കുഞ്ഞുങ്ങൾ, ഇടയ്ക്ക് 2 കുഞ്ഞുങ്ങളുണ്ടായതിൽ എനിക്ക് പോകാൻ പറ്റില്ല, ഞാനിവിടെ ഇല്ലായിരുന്നു. പക്ഷെ 4ാമത്തെ കുഞ്ഞിൻ്റെ മാമോദീസയ്ക്ക് ഞാൻ പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര ആഘോഷമായിരിക്കും. പക്ഷെ അവിടെ ചെന്നപ്പോൾ ആകെയുള്ളത് 30 പേരാണ്. ഇവരുടെ അടുത്ത ബന്ധുക്കൾ പോലും ഇവിടെ എത്തിയിട്ടില്ല. അപ്പം കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് മോശമാണ് എന്നൊരു ചിന്ത സമൂഹത്തിൽ വ്യാപിച്ചിട്ടുണ്ടോ, പ്രത്യേകിച്ച് നമ്മുടെ സഭയിൽ വ്യാപിച്ചിട്ടുണ്ടോ എന്നൊരു ചിന്ത കൂടെ വേണ്ടേ? അച്ഛൻ പറഞ്ഞ വളരെ പ്രസക്തമായ കാര്യം കേട്ടോ. ഇപ്പോൾ സഭ അതിലേക്ക് ശ്രദ്ധ ഊന്നി അച്ഛന്മാരുടെ ഭാഗത്ത് നിന്ന് പല ഇടവകളിൽ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുക, കുഞ്ഞുങ്ങളുണ്ടായി കഴിയുമ്പോൾ അവിടെ പിതാവ് തന്നെ നേരിട്ട് വരികയും എന്നൊക്കെ സമ്മാനം കൊടുക്കുന്നതൊക്കെ കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ സൊസൈറ്റിയിൽ കത്തോലിക്ക വിശ്വാസികൾ തന്നെ ഉള്ള മറ്റുള്ളവരുടെ ഇടയിൽ, കുടുംബങ്ങളുടെ ഇടയിൽ ഇത് ഭയങ്കര മോശപ്പെടുന്ന കാര്യമായിട്ടാണ്. ഇവിടെ ഒരു വലിയൊരു ചലഞ്ചാണ്, വലിയൊരു സുവിശേഷ പ്രഘോഷണവും ശുശ്രൂഷയുമാണ് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുകയും വളർത്തുകയും ചെയ്യുക എന്നത് തന്നെ. ഇപ്പം എൻ്റെ വളരെ അടുത്ത സ്നേഹിതനുണ്ട് ബാംഗ്ലൂരിൽ, പേര് എടുത്ത് പറഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട ജോമിൻ, സ്റ്റെല്ല എന്ന ഭാര്യ ഭർത്താക്കന്മാർ. അവർക്ക് ഇപ്പോൾ 8 മക്കളുണ്ട്. അവർ അവസാനിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഈ ഭാര്യ സ്റ്റെല്ല എന്ന് പറഞ്ഞ സഹോദരി എന്തോ നല്ല ജോലി ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ജോലിയൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് ഈ കുഞ്ഞുങ്ങളെ, എനിക്ക് തോന്നുന്നത് അവരുടെ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല. എന്താ കാരണം, ഒരു കുഞ്ഞിനെ ആകുന്നു, 1.5 വയസ്സാകുന്നു, അടുത്ത് കൺസീവ് ആകുന്നു. അപ്പം മുറിയുന്ന നേരോട് പുറത്തിറക്കുന്നില്ല. ഇത് വെറുതെ പറഞ്ഞതല്ല, ആ സഹോദരി വളരെ കുറച്ച് മാത്രം ഈ കുഞ്ഞുങ്ങളെ മറ്റു വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ കുഞ്ഞുങ്ങളുടെ ആത്മീയ എല്ലാ രീതിയിലുമുള്ള അവരെ കണ്ടു കഴിഞ്ഞാൽ ദൈവകൃപയാൽ പല ദിവസങ്ങൾ അവർ വീട്ടിൽ പോയി താമസിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഒത്തിരിയേറെ പേര് എനിക്കറിയാം ഇങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ. പക്ഷേ വളരെ വ്യത്യസ്തമായ രീതിയിൽ ഇവർ പറയുന്നത് ശുശ്രൂഷ എന്നാണ് പറയുന്നത്. കുഞ്ഞുങ്ങളെ ഇങ്ങനെ ജനിപ്പിച്ച് വളർത്തുക എന്നൊരു ശുശ്രൂഷ എന്നാണ് പറയുന്നത്. ഇവർ പറയുന്ന പോലെ പല ഭാഗങ്ങളിൽ നിന്ന് കാര്യമായ സപ്പോർട്ടൊന്നും കിട്ടുന്നൊന്നുമില്ല. പക്ഷേ എങ്കിൽ തന്നെ ഇവർക്ക് നല്ല ബോധ്യമാണ് ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്നുള്ളതിനെക്കുറിച്ച്. മാത്രമല്ല ഈ കാലഘട്ടങ്ങളിൽ പലവിധ രീതിയിൽ നമുക്ക് മാതൃക നൽകാവുന്നത് പോലെ ഏറ്റവും നന്നായിട്ട് നൽകാവുന്നൊരു മാതൃക ഇതുപോലെ കുഞ്ഞുങ്ങളെ ധാരാളമായിട്ട് ജനിപ്പിക്കുന്നു, വളർത്തുന്നു. ഏറ്റവും സന്തോഷമായ കാര്യം അറിയാമോ, ഈ താഴ്ന്ന കുഞ്ഞുങ്ങളെയൊക്കെ കാര്യം നോക്കുന്നത് തൊട്ടുമുള്ള കുഞ്ഞുങ്ങളാണ്. അത് ഏറ്റവും മുകളിലത്തെ ആളൊന്നുമല്ല. തൊട്ടിപ്പോൾ ഞാൻ ചെന്നപ്പം 1 വയസ്സ് 1.5 വയസ്സുള്ള കൊച്ച് ഈ ടോയ്ലറ്റൊക്കെ അത് മുതിർന്നവർ ചെയ്യുന്ന കണ്ടിട്ട് അങ്ങനെ ചെയ്യുവാണ്. നമുക്ക് തന്നെ ഒരു ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോഴത്തേനും തൊട്ടടുത്ത വീട്ടിലൊരു ഒരാളെ കണ്ടു. അപ്പോൾ അദ്ദേഹം പറയാം വീട്ടിൽ പോകാൻ ഭയങ്കര രസമാണ്. കാരണം ഏത് പ്രായത്തുള്ളവരുണ്ട്,
15 വയസ്സുകാർ, 14 വയസ്സ്, ആ എല്ലാവർക്കും പോയി ഒരു ആഘോഷം പോലെ ജീവിതത്തിലെന്ന് പറഞ്ഞ്. അപ്പം ഇതായിരുന്നു ദൈവം വെച്ചിരുന്ന ഒരു കാര്യം സഭയിൽ. പക്ഷേ ഇത് ഈ പറഞ്ഞ പലവിധ കാരണങ്ങൾ കൊണ്ട് നമ്മൾ തന്നെ സഭയിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ കുടുംബങ്ങളിൽ തന്നെ കാര്യമായിട്ട് സപ്പോർട്ട് കിട്ടാത്തത് കൊണ്ട് ഇങ്ങനെ ഇത് കാര്യമായിട്ട് സഭയിലേക്ക് ഇതൊരു കാര്യമായിട്ട് പ്രചരിക്കുന്നില്ല. പക്ഷേ ഈ കാര്യത്തിൽ കാര്യമായ ഇപ്പോൾ കുറച്ച് ജീസസ് യൂത്തിൻ്റെ ഒക്കെ അല്ല അങ്ങനെ ചില കുടുംബങ്ങളിലൊക്കെ ഇത് കുറച്ചൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും പൊതുവെ സഭയിൽ വരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഒരു കാര്യം അച്ഛനെ ചോദിച്ചോട്ടെ. ഇപ്പോൾ അതായത് ഈ യുവജനങ്ങൾ വിവാഹം കഴിക്കാതിരിക്കുന്നതിൻ്റെ കാരണം ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഇനി ഇവരെ വിവാഹം കഴിപ്പിക്കാനായിട്ടുള്ള എന്തെങ്കിലും വഴി നമുക്ക് ഇവരെന്നാലൊരു 10-18 വയസ്സാകുമ്പോൾ തന്നെ ഇവരങ്ങോട്ട് ഒരു ചെറിയ പ്രണയമായിട്ടൊക്കെ അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വിവാഹം കഴിച്ച് ഇതുപോലെ വിവാഹത്തിലേക്ക് വരാൻ അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് എന്ത് തോന്നുന്നത്? ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നത് 2 രീതിയിലാണ്. ഒന്നൊരു ആത്മീയ കാഴ്ചപ്പാടിലൂടെയും ഒന്നൊരു മനഃശാസ്ത്രം അതിൻ്റെ കാഴ്ചപ്പാടിലൂടെയും. ഞാനൊരു കൗൺസിലറാണ്. ഈ 2 സ്പിരിച്വൽ കൗൺസിലിങ്ങും അതോടൊപ്പം തന്നെ സൈക്കോളജിക്കൽ കൗൺസിലിങ്ങും ഒരുപോലെ കൊണ്ടുപോകുന്ന ഒരു കൗൺസിലറാണ്. അപ്പം എൻ്റെ അടുക്കൽ വന്നിട്ടുള്ള നിരവധി കേസുകൾ ഈ കുട്ടികളുടെ പ്രണയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് കുട്ടികൾ ഒരു കൗമാര കാലഘട്ടം എത്തുമ്പോൾ ഒരു 18-19 വയസ്സൊക്കെ, ചിലപ്പോൾ അതിന് മുമ്പ് തന്നെ 15-ാമത്തെ വയസ്സൊക്കെ ആകുമ്പോഴേക്കും മറ്റുള്ളവരെ പ്രേമിക്കുന്നു. പക്ഷെ പല കേസുകളും ഞാൻ കണ്ടിട്ടുള്ളത് മറ്റ് മതസ്ഥരെ പ്രേമിച്ച കേസുകളാണ് എൻ്റെ അടുത്ത് കൂടുതലും വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുട്ടികളുടെ പ്രണയത്തെ ഓർത്ത് മാതാപിതാക്കൾ വളരെയധികം അസ്വസ്ഥപ്പെടുകയും സഹോദരങ്ങൾ അസ്വസ്ഥപ്പെടുകയും കുടുംബത്തിൻ്റെ ആ ഒരു സമാധാന അന്തരീക്ഷം പോവുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ ഞങ്ങൾ ഈ സൈക്കോളജിസ്റ്റുകളുടെ ഇടയിൽ തന്നെ ഈ പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ പൊതുവേ പറയുന്ന ഇങ്ങനെ ജനറൽ ടോക്ക് പോലെ വരുന്ന ഒരു സംഭവമാണ്. ഒരു 90% പ്രണയ വിവാഹങ്ങളും പരാജയത്തിലാണ്. അതിൽ തന്നെ ഒരു 30% ഡൈവോഴ്സിലേക്ക് ഒരു 2-2.5 വർഷത്തിനുള്ളിൽ പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. ബാക്കിയുള്ളവരും അത്ര സന്തോഷകരമായിട്ടല്ല, ഒരു 10% നന്നായിട്ട് പോകുന്നുണ്ടാവും. അതുകൊണ്ട് പ്രണയത്തോട് പ്രണയിക്കുക, അതിനുശേഷം അതിനെ വിവാഹത്തിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട കാര്യമാണ്. ഇത് വ്യക്തികളുടെ പക്വതയും വ്യക്തികളുടെ അവരൊക്കെ ഉണ്ടായിട്ടുള്ള മെച്യൂരിറ്റിയും ഒക്കെ ഇത് വളരെ പ്രധാനമല്ലേ എന്ന് എനിക്കൊരു ചോദ്യമുണ്ട്. അതിന് അത്രത്തോളം എനിക്ക് അങ്ങോട്ട് അഡ്വക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. സമുദായത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രണയം എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കത്ര സ്വീകാര്യമായ കാഴ്ചപ്പാട് തോന്നുന്നില്ല. എനിക്കത് തോന്നുന്നില്ല. കാരണം അത് മറ്റൊന്നുമല്ല, ശുദ്ധമായ പ്രണയം നല്ലതാണ്. യഥാർത്ഥത്തിൽ ഒരാൾക്ക് മറ്റൊരാളോട് ഗാഢമായ സ്നേഹം ഉള്ളിൽ തോന്നുകയും ക്രമേണ ആ വ്യക്തി എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന എനിക്കും ആ വ്യക്തിക്കും നല്ലതാണെന്നുള്ളൊരു ഉത്ബോധ്യം കിട്ടുകയും എന്നിട്ട് ആ വ്യക്തിയോട് പങ്കുവയ്ക്കുകയും അവർക്കും അതേ ഫീൽ ഇങ്ങോട്ട് ഉണ്ടാവുകയൊക്കെ ചെയ്താൽ അവിടെ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ഇല്ല എന്ന് പറയാനൊന്നും ഞാൻ ആളല്ല. പക്ഷേ പൊതുവെ നമ്മുടെ ഇന്നത്തെ നാട്ടിൽ പ്രണയം എന്ന് പറയുന്നത് എന്താണ്? ഇന്നത്തെ കാലഘട്ടത്തില് കേവലം ചില ബാഹ്യമായ കാഴ്ചകളുടെയും ബാഹ്യമായ ചില ആകർഷണങ്ങളുടെയും പേരിൽ തോന്നുന്ന ഇൻഫാക്ച്വേഷൻ, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു അട്രാക്ഷൻ തോന്നുന്നു, ഒരു ക്രഷ് തോന്നുന്നു, അത് കുറച്ച് പ്രേമമാകുന്നു. അച്ഛൻ്റെ ഒക്കെ ഒരു അച്ഛൻ ഈ പറഞ്ഞതുപോലെ ഒരു 18 വയസ്സ് 20 വയസ്സുള്ള സമയത്തൊക്കെ അച്ഛൻ പുറകോട്ട് പോയി നോക്കിക്കേ. അന്ന് ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ആ കാലത്ത്, എൻ്റെയൊക്കെ കാലത്ത് നമ്മുടെ സ്വന്തം സഭയിൽപ്പെട്ട ഒരാളോട് പോലും പ്രണയിക്കുന്നത് പോലും എന്തോ ഒരു വലിയൊരു പ്രശ്നമായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. ആ അവസ്ഥയിൽ നിന്ന് ഇപ്പം മറ്റ് മതസ്ഥരെയോ ആരെ പോലും പ്രണയിക്കുന്നതും വിവാഹമല്ല എന്ത് ബന്ധങ്ങളിലേക്ക് പോകുന്നത് പോലും ഒരു വിഷയമേ അല്ലാത്ത അവസ്ഥയിലേക്ക്, അതൊരു ചിലരൊക്കെ വിചാരിക്കുന്നത് ഒരു വളർച്ചയാണ് വിചാരിക്കുന്നത്. അന്നുണ്ടായിരുന്ന ഒരു സ്വാതന്ത്ര്യം കിട്ടി, അതല്ലെങ്കിൽ അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴമക്കാര് എന്നൊക്കെ അങ്ങനെ അറിവില്ലാത്ത പഴമക്കാര് ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പൊ വിദ്യാഭ്യാസമൊക്കെ വഴിയായിട്ട് ഒരു വളർച്ചയുണ്ടെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കുടുംബജീവിത ഭദ്രതയ്ക്കും സമൂഹത്തിനും എല്ലാം നല്ലത് അതായിരുന്നു. പ്രണയം വേണ്ട, അച്ഛൻ പറഞ്ഞതുപോലെ പ്രണയം ശുദ്ധമായ വളരെ ചുരുക്കം കേസുകളിൽ മാത്രം നന്നായിട്ട് പോകുന്ന പ്രണയത്തെ ഉദ്ദേശിച്ചല്ല പറയുന്നത്. അത് അങ്ങനെ ഒരു നന്മയുണ്ടാകാം. പക്ഷേ ബഹുഭൂരിപക്ഷം കേസുകളിൽ മറിച്ചാണ്. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് ദിവസങ്ങളൊക്കെ ചിന്തിക്കുമ്പോഴേ എനിക്ക് തോന്നിയ പല കാര്യങ്ങൾ. ഒന്നാമത്തെ, ഇപ്പോൾ ഇത് ദൈവികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ പറഞ്ഞിരിക്കുന്നത് ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്യുന്നു, തിരിച്ചങ്ങോട്ടും. അപ്പം എത്ര പേർക്ക് ഈ 18 വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 20 വയസ്സൊക്കെ കഴിഞ്ഞ നമ്മുടെ ചെറുപ്പക്കാരിൽ എത്ര പേർക്ക് പ്രണയിക്കാനുള്ള ശ്രമത്തിൽ എതിർലിംഗത്തിൽപ്പെട്ടവരെ, അങ്ങനെ താൻ പ്രണയിക്കാൻ ശ്രമിക്കുന്നയാളെ ആസക്തിയില്ലാതെ കാമമില്ലാതെ അയാളെ നോക്കാനും സംസാരിക്കാനും ചിന്തിക്കാനും കഴിയാത്ത പേരുണ്ടാവും.
ഞാൻ അത് കണക്കിടാനായിട്ട് ഞാൻ തയ്യാറല്ല, പക്ഷേ ചിന്തിക്കാനുള്ള കാരണമാണ്. സുവിശേഷം അനുസരിച്ചാണ് നമ്മൾ സഭയുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടതെങ്കിൽ പ്രണയിക്കാനുള്ള ആ ഒരു ശ്രമത്തിലും ചിന്തകളിലും ഇത് ചിന്തിക്കേണ്ടതാണ്. എന്തുമാത്രം തൻ്റെ ഈ പറഞ്ഞ എതിർലിംഗത്തിൽപ്പെട്ട ആളെ ഈ പറഞ്ഞ പരിശുദ്ധിയോടുകൂടി വിശുദ്ധിയോടെ നോക്കാൻ പറ്റണം, വിശുദ്ധിയോടെ സംസാരിക്കാൻ പറ്റണം, ചിന്തകളിൽ പോലും വിശുദ്ധി ഉണ്ടാകണം. യൂത്ത് ക്യാരക്ടേഴ്സിനകത്ത് ഒരിക്കൽ യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പുസ്തകമാണത്. അതിൽ ഒരു ക്രിസ്ത്യാനിക് സംഭവം ഏതാണ്ട് ഇങ്ങനെയാണ്. അതിലൊരാളോട് ചോദിച്ചു, നീ എന്താണ് നീ പ്രണയത്തിലേക്കൊക്കെ ഒരു യുവാവോട് ചോദിക്കുകയാണ്, നീ പ്രണയമൊക്കെ ആരംഭിച്ചിട്ട് നീ മറ്റ് അപ്പുറത്ത് നിൽക്കുന്ന പെൺകുട്ടിയുമായിട്ട് മറ്റ് ബന്ധങ്ങളിലേക്കൊക്കെ പോകാത്ത എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞത്, ഈ പെൺകുട്ടിയെ തന്നെയാണോ ഞാൻ വിവാഹം കഴിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ, ഉറപ്പില്ല, മുന്നോട്ട് കിടക്കുകയല്ലേ. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിലേക്ക് ഇങ്ങനെയുള്ള ചിന്തകളിലേക്ക് പോകുന്നത് പോലും എത്രയോ വലിയ തെറ്റാണ്. പക്ഷേ അവിടെയും അത് പരിമിതമാണ്. കാരണം ഇനി വിവാഹം ഭാവി നടക്കുമെന്ന് ഉണ്ടായിരിക്കെ ഇങ്ങനെ ബന്ധപ്പെടാനായിട്ടും അനുവാദമില്ല. ചിലർക്ക് അങ്ങനെ വിചാരിക്കുന്നത്, ഞങ്ങൾ ഉറപ്പായിട്ട് വിവാഹം കഴിക്കും, ചിലപ്പോൾ വിവാഹം കഴിക്കുകയും ചെയ്യുമായിരിക്കും. പക്ഷെ അങ്ങനെ ഭാവി വിവാഹം കഴിക്കൂ എന്ന കാരണം കൊണ്ട് വിവാഹത്തിന് മുമ്പ് ആ പറയുന്ന വ്യക്തിയെക്കുറിച്ച് അശുദ്ധമായി ചിന്തിക്കാനോ അശുദ്ധിയോട് അങ്ങോട്ട് സംസാരിക്കാനോ അശുദ്ധിയോടെ നോക്കാനോ ഒന്നും അനുവാദമില്ല. അപ്പം അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെയും അത് ഗൗരവമേറിയ അതിൻ്റെ ലെവൽ അനുസരിച്ച് ഗൗരവമേറിയ ചിലപ്പോൾ മാരകമായ പാവങ്ങളായിട്ട് തന്നെ ഇതിനെ കാണുകയും അത് കുമ്പസാരിക്കുകയും ചെയ്യേണ്ടതായിട്ട് ഒരുപക്ഷേ പലവിധ കാരണങ്ങൾ സംഭവിച്ചു പോയേക്കാം. പക്ഷേ അതിനെ തിരിച്ചറിയണം. അപ്പം അതുകൊണ്ട് ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്ന കാര്യമല്ല ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഇന്നത്തെ കാലം ഇപ്പം പറഞ്ഞതുപോലെ നമ്മുടെ സൊസൈറ്റിയിൽ ഈ പറഞ്ഞ പോലെ വ്യക്തി സ്വാതന്ത്ര്യം വളർന്നു വന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം അതുകൊണ്ട് നമ്മളിപ്പം ഒരു അനുവാദം കൊടുക്കുകയാണ്. പ്രണയിക്കാൻ പറഞ്ഞ അനുവാദം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു സോദോം ഗൊമോറയിലേക്ക് ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പറഞ്ഞു വിടുന്ന ഒരു അവസ്ഥയായിരിക്കും ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സംശയിക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം പ്രണയിക്കാൻ ഒരു ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഓൾറെഡി മനുഷ്യരുടെ ഉള്ളിൽ ആ ഒരു ത്വരയുണ്ട്. അത് അപ്പോൾ പിന്നെ അത് വളരെ വലിയൊരു വിപത്തിലേക്ക് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യണമെങ്കിൽ അത്രമാത്രം ഒരു ആത്മീയ പക്വത പോകാൻ സാധ്യതയില്ല. അത് മാതാപിതാക്കൾ പറയുന്ന നമ്മൾ അങ്ങനെയാണ് നമ്മള് കുടുംബങ്ങളിലെ മാതാപിതാക്കൾ പോയി അറേഞ്ച് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു അറേഞ്ച് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ തന്നെ മാതാപിതാക്കളെ അനുസരിച്ച് പോകുന്നതുകൊണ്ട് അതിൻ്റെ പ്രത്യേക ബ്ലെസ്സിങ് മക്കൾക്കുണ്ടാകുന്നു. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മാതാപിതാക്കളെ ബന്ധപ്പെട്ട് പോകുന്ന കാരണം ഈ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ നല്ല ബന്ധമുണ്ടാകും. ഇപ്പോൾ ഇവിടെ പ്രണയിക്കാൻ പോയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ പ്രണയിക്കുന്നെങ്കിൽ അടുത്ത മതത്തിലേ ആകാം, അല്ലെങ്കിൽ മറ്റ് സഭകളിലേ ആകാം, അല്ലെങ്കിൽ ഇവരുടെ കുടുംബവുമായിട്ട് ഒട്ടും തന്നെ ഒത്തുപോകാത്ത കുടുംബത്തിലേ ആകാം. അപ്പോൾ സംഭവിക്കുന്ന കുടുംബങ്ങൾ തമ്മിൽ അകൽച്ച ഉണ്ടാകും. ഇവര് തമ്മിൽ പ്രണയിക്കുക എന്ന് പറഞ്ഞ് ഇവര് തമ്മിൽ പലപ്പോഴും ശരിയാകുകയല്ല ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ രണ്ട് കുടുംബങ്ങളെ തമ്മിൽ തകർക്കും. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ മാതാപിതാക്കളുടെ ആശീർവാദത്തോടെയും അനുഗ്രഹത്തോടും കൂടി അതിപരിശുദ്ധന്മാർ കാര്യമായി കണ്ടുകൊണ്ടിരുന്ന ഒന്നിനെ ഒരു പിന്നെ ഗൗരവബോധമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നതിനൊക്കെ ഇത് കാരണമായി തീരാം. ഇനി അച്ഛൻ അനുവാദം കൊടുക്കുക, അച്ഛൻ പ്രസംഗത്തിൽ പറയുവാണ് ഇത് നല്ലതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ പറയുന്ന അനുസരിച്ചൊന്നുമല്ല ചെയ്യുന്നത്. അവര് പറയും എന്തെങ്കിലും പറയും, അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ പോലും പറഞ്ഞിട്ടുണ്ട്, പ്രണയിച്ചാൻ പറഞ്ഞിട്ടുണ്ട്. അതൊരു വലിയൊരു പ്രശ്നമാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഈ സംസാരം പറയുമ്പോഴേ എൻ്റെ മനസ്സിലേക്ക് വന്ന വേറൊരു ചിന്ത, ഇപ്പോഴത്തെ കുട്ടികൾ, അതായത് കൗമാരക്കാർ, ഇപ്പോഴത്തെ ജെൻസ് ഒക്കെ ചിന്തിക്കുന്നത്, ഞാൻ ഇപ്പോഴത്തെ ഇസഡ് ജനറേഷൻ എന്നാണ് പറയുന്നത്, അവരൊക്കെ ചിന്തിക്കുന്നത് വിവാഹത്തിന് മുമ്പുള്ള പ്രേമം തെറ്റല്ല, ശാരീരിക ബന്ധം പോലും തെറ്റല്ല. ഇപ്പൊ ഞാൻ ലിവിങ് ടുഗദർ ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വിവാഹം കഴിക്കാനായിട്ട് തയ്യാറെടുക്കുന്ന ഒരു വ്യക്തിയോട് ഞാൻ ചോദിച്ചു. അപ്പൊ ആ വ്യക്തി എന്നോട് പറഞ്ഞു, വെച്ചാൽ ഞാൻ ഒരു പെൺകുട്ടിയെ കണ്ടവളെ എനിക്ക് ഇഷ്ടമായി, മിക്കവാറും ഞാൻ അവളെ വിവാഹം കഴിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, ആ പെൺകുട്ടിയിൽ കുറെ നല്ല കാര്യങ്ങളൊക്കെ എന്താണെന്ന് ചോദിച്ചു. കുറെ നല്ല കാര്യം പറഞ്ഞു. മോശമായിട്ട് എന്തെങ്കിലും നീ കേട്ടോ? ഞാൻ പറഞ്ഞു, അവൾക്ക് നേരത്തെ ഒരു പ്രണയം ഉണ്ടായിരുന്നു, അത് ബ്രേക്കപ്പ് ആയി, അവളത് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ നിനക്കൊരു വിഷമം തോന്നില്ലേ? എന്തിനാ അച്ഛാ വിഷമിക്കുന്നേ? കല്യാണത്തിന് മുമ്പ് അവരെന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. കല്യാണം കഴിഞ്ഞ് ആരുടെയും കൂടെ പോകാതിരുന്നാ പോലെ. ഇത്രമാത്രം ചിന്തിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ചെറുപ്പക്കാര് സമൂഹത്തിൽ വന്നു കഴിഞ്ഞു. പക്ഷെ ഇതൊന്നും ക്രിസ്തുവിന്റെ ആശയങ്ങൾക്കോ ദൈവരാജ്യ മൂല്യങ്ങൾക്കോ അനുയോജ്യമല്ല എന്ന ഒരു സത്യം നമ്മൾ ലോകത്തോട് പറയേണ്ടതുണ്ട്. ഈ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് എനിക്ക് പറയാവുന്നത് 18-ാമത്തെ വയസ്സിൽ, പറ്റുമെങ്കിൽ 15-ാമത്തെ വയസ്സിൽ പ്രണയിക്കണം.
പക്ഷെ പ്രണയിക്കേണ്ടത് ക്രിസ്തുവിനെയാണ്. ക്രിസ്തുവിനെയാണ് പ്രണയിക്കുന്നത്. കാരണം എല്ലാ ആത്മാക്കളും ദൈവത്തിന്റെ അവളാണ്. ദൈവം ഏക മണവാളനും എല്ലാ ആത്മാക്കളും മണവാട്ടിമാരുമാണല്ലോ. ഒരു 10-15 വയസ്സാകുമ്പോഴേക്കും സഭാപ്രസംഗം പറയുന്നത് തന്നെ നിന്റെ യൗവനത്തിൽ തന്നെ അല്ലേ സൃഷ്ടാവിനേഷിക്കാന്ന് പറയുന്നത് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ക്രിസ്തുവിനെ പ്രണയിപ്പിക്കാനായിട്ട് പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ക്രിസ്തുവിന്റെ മൂല്യങ്ങൾക്കനുസൃതമായിട്ട് ജീവിക്കും, സമയാസമയത്ത് അവൻ വിവാഹം കഴിക്കും, ക്രിസ്തു പറഞ്ഞിരിക്കുന്ന ക്രമത്തിൽ ഇഷ്ടംപോലെ മക്കളെ ജനിപ്പിക്കും. അപ്പോൾ സഭ വളരും, സമുദായം വളരും അല്ലേ. അതുകൊണ്ട് രണ്ടുപേരെ തമ്മിൽ, സ്ത്രീ പുരുഷന്മാരെ യുവജീവിതമാരെ തമ്മിൽ പ്രണയിപ്പിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലതും അവൻ്റെ ആത്മരക്ഷയ്ക്കും ക്രിസ്തു വിഭാവനം ചെയ്തതും യഥാർത്ഥമായിട്ടുള്ളതുമായ വഴി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ പ്രണയിപ്പിക്കുക എന്നുള്ളതാണ്. അതിനുള്ള പരിശീലനങ്ങൾ സഭയിൽ നിന്ന് യഥായോഗം കൊടുത്തു കഴിഞ്ഞാൽ യുവജനങ്ങൾ ആരും പറയാതെ തന്നെ വിവാഹത്തിലേക്ക് കൊള്ളും, ഇഷ്ടം പോലെ മക്കൾ ജനിപ്പിക്കുകയും ചെയ്യും. ഇത് പറഞ്ഞു വരുമ്പോൾ ഞാൻ നേരിട്ട് ഒരു പ്രശ്നം പറയാവേ. അതിന് ബിച്ചേട്ടനോട് ദൈവാത്മാവ് എന്താ പറയുന്നതെന്ന് അറിയാനായിട്ട് എനിക്കൊരു ആഗ്രഹമുണ്ട്. എൻ്റെ ഇടയ്ക്ക് ഒരു 40 വയസ്സടുത്ത് 38 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ വന്നു. അപ്പോൾ ഈ വ്യക്തി നന്നായിട്ട് പ്രാർത്ഥിക്കുകയും കുമ്പസാരിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയായിരുന്നു. പക്ഷേ കുറച്ചുനാൾ ഈ വ്യക്തിയെ കുമ്പസാരിക്കാനൊന്നും കഴിഞ്ഞില്ല. അതിന് കുറേ നാൾ കഴിഞ്ഞ് വ്യക്തി വന്നു കഴിഞ്ഞ് ഈ വ്യക്തിയോട് ഞാൻ സംസാരിച്ചു. അപ്പം എന്താ ഈടെയൊന്നും കണ്ടില്ലല്ലോ, നാട്ടിലില്ലായിരുന്നു? ഞാൻ നാട്ടിലുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് കുമ്പസാരത്തോടൊക്കെയുള്ള താല്പര്യം പോയി, പ്രാർത്ഥനയോടുള്ള താല്പര്യം പോയി. ഞാൻ ചോദിച്ചു എന്താ കാര്യം? അച്ഛൻ അറിയാലോ എനിക്ക് 38 വയസ്സായി. ഞാനൊരു 30 വയസ്സായ സമയം മുതൽ ഒരു വിവാഹം കഴിക്കാൻ വേണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്കൊരു പെണ്ണിനെ കിട്ടുന്നില്ല. കാരണം ഞാൻ വലിയ സമ്പന്നനല്ല, എനിക്ക് വലിയ ജോലിയില്ല. എന്നാൽ ജീവിക്കാനുള്ള വക, ഒരു കുടുംബം ന്യായമായ രീതിയിൽ ജീവിക്കത്തക്ക രീതിയിലുള്ള സമ്പാദ്യം ഞാൻ പല കാര്യങ്ങൾ ചെയ്ത് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ ഒരു പെണ്ണിനെ എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ വചനം വായിക്കുമ്പോൾ നിനക്ക് ചേർന്ന ഇണയെ ഞാൻ തരും എന്നൊക്കെ ഒരു വചനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് എനിക്ക് ചേർന്ന ഇണയെ കിട്ടിയില്ല. അങ്ങനെ എന്നെപ്പോലെ ഒരുപാട് പേര് എൻ്റെ ഇടവകയിലുണ്ട്. ഞങ്ങളൊക്കെ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഏകസ്ഥരായിട്ട് ജീവിക്കണോ? അപ്പോൾ ദൈവം എന്തുകൊണ്ടാണ് ആ വചനം പാലിക്കാത്തത്? ദൈവം തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം, ദൈവം എന്തുകൊണ്ട് എനിക്ക് എൻ്റെ ഇണയെ തരുന്നില്ല? അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥനയോട് താല്പര്യം പോയി. എല്ലാത്തിനോടും ഒരു നിസ്സംഗതയാണ് എന്നൊരു ചിന്ത ആ സഹോദരൻ പങ്കുവെക്കുകയുണ്ടായി. അതേക്കുറിച്ച് എന്താണ് നമുക്ക് പറയാനുള്ളത്? ഇതൊരു റിയൽ ഇഷ്യൂ ആണ്, സഭാപ്രശ്നം തന്നെയല്ലേ, സഭ പ്രശ്നം തന്നെയാണ്. ഈ ഒരു വിഷയത്തിൽ ഞാൻ ഇന്നും കുറച്ച് മുമ്പേ ഞാൻ ചിന്തിച്ച കാര്യമാണ്, പ്രാർത്ഥന ഒന്നിൻ്റെ അവസാനമല്ല. നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാലും നമുക്ക് ദൈവമായിട്ട് ബന്ധമില്ലാതിരിക്കാം. ഇവിടെ അടുത്ത് സുലഭ എന്ന് പറഞ്ഞ കടയുണ്ട്, സുലഭ. ഞങ്ങൾ മിക്കവാറും ആഴ്ച അവിടെ പോയി സാധനം വാങ്ങുന്നുണ്ട്. ഇപ്പം വർഷങ്ങളായി. ഞങ്ങൾ അവരെ കാണുന്നുണ്ട്, അവർ ഞങ്ങളെ കാണുന്നുണ്ട്. അവർ സാധനം വിൽക്കുന്നു, ഞങ്ങൾ സാധനം വാങ്ങുന്നു, പൈസ കൊടുക്കുന്നു. ഞങ്ങൾ ആരും ബന്ധമില്ല. പക്ഷെ എൻ്റെ സ്ഥലത്ത് സംഭവിക്കേണ്ട ഒരു കാര്യം ബന്ധമാണ്. ഈ റോമാലേഖനം 8:28 എല്ലാവർക്കും സുപരിചിതമാണ്. പക്ഷെ അതിനകത്ത് ആദ്യത്തെ ഒരു ഭാഗം പ്രധാനപ്പെട്ടതാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി പ്രണയിപ്പിക്കുന്നു പറഞ്ഞിരിക്കുന്നത്. ഇത് ഒന്നാമത്തെ കാര്യം ആണ്, പ്രധാനപ്പെട്ട കാര്യം. ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഒന്നുകിൽ അവൻ ആവശ്യമായിരിക്കുന്ന അനുഗ്രഹം, വിവാഹം ഉൾപ്പെടെ കാര്യങ്ങൾ സമയാസമയം ദൈവം നൽകിയിരിക്കും. 2, വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ ആ നടക്കാത്ത അവസ്ഥയെ അംഗീകരിക്കാനുള്ള കൃപ നൽകിയിരിക്കും. അതിൻ്റെ കാരണം അവനെ ഒരു പ്രത്യേക സമയത്ത് നിന്റെ ഇന്ന കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം ഈശോ കാണിച്ചു കൊടുത്തിരിക്കും. അതുകൊണ്ട് ഏതെങ്കിലും ഇപ്പം ഒന്നുകിൽ നടത്തി കൊടുത്തിരിക്കും, അല്ലെങ്കിൽ നടക്കാതിരിക്കാനുള്ള കാരണങ്ങൾ ബോധ്യമായി കൊടുക്കുകയും അതിന് അംഗീകരിക്കാനുള്ള കൃപ കൊടുത്തിരിക്കുകയും ചെയ്യും. ഞാൻ ഈ പറഞ്ഞ വ്യക്തിയെ വിധിക്കാവുന്ന ആളല്ല. പക്ഷേ ഇങ്ങനെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ അളവിലാണ് പിന്നെ ഇപ്രകാരമുള്ള കാര്യങ്ങൾ. അപ്പോൾ വേറെ ചില പറയുമായിരിക്കും, അവൻ പള്ളിയിൽ പോയിട്ടുമില്ല, അവൻ പള്ളിയിൽ പോയിട്ടുമില്ല. പക്ഷെ അവൻ ഈ ചോദ്യം ചോദിക്കുന്നയാള് ദൈവവുമായി ബന്ധപ്പെടുത്തി പറയുന്ന കാരണമാണ് എനിക്ക് ഉത്തരം പറയേണ്ടത്. ഇനി ഇയാൾക്ക് ദൈവവിശ്വാസം ഇല്ലെങ്കിൽ വേറെ ഞാൻ പറയാം. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നിട്ട് കിട്ടിയില്ലെന്ന് പറയുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ദൈവത്തോട് ഞാൻ വിധിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളെ പ്രാർത്ഥന പലപ്പോഴും കാര്യസാധ്യങ്ങൾക്കായിട്ട് മാറുവാണേ. അങ്ങനെയൊക്കെ. അപ്പോൾ അവർക്ക് ഇനി ഞാൻ മറിച്ച് ചോദിക്കട്ടെ, നമ്മൾ വഴി സൈഡിൽ പോകുമ്പോൾ പല യാചകരെ കാണുന്നു, മാനസിക രോഗികളെ കാണുന്നു, പിന്നെ അല്ലെ കുട്ടികൾ മന്ദബുദ്ധികളായി ജനിക്കുന്നു, അല്ലേ? പല നമ്മൾ കാണുന്നുണ്ട്. കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു, കൊച്ചു പീഡിപ്പിക്കപ്പെടുന്നു. അപ്പൊ നമുക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ഈ ഭൂമിയിലേക്ക് ജനിച്ച് വിവാഹം കഴിക്കാൻ വേണ്ടിയാണ്, അല്ലല്ലോ. നമ്മൾ ഭൂമിയിൽ ജനിച്ച ദൈവത്തെ സ്നേഹിക്കാൻ മഹത്വപ്പെടാൻ വേണ്ടിയാണ്. നമ്മൾ വിവാഹം കഴിക്കാതെ
എനിക്ക് വിവാഹം കഴിച്ചില്ലെങ്കിലും ദൈവത്തോട് പൂർണ്ണമായ പ്രണയത്തിൽ ജീവിച്ചുകൊണ്ട് എനിക്ക് സ്വർഗത്തിലേക്ക് നീങ്ങാമെന്ന് ഈ വ്യക്തിയിൽ കൂടി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ സൃഷ്ടിച്ചതെങ്കിലോ? മനസ്സിലായില്ലേ? അപ്പോൾ ഇയാൾ വിവാഹത്തെ അമിതമായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ അതിന് ആനുപാതികമായി ദൈവത്തോടും കൂടി ഒരു ബന്ധമുണ്ടെങ്കിൽ ഇതിന് പരിഹാരം ഉണ്ടാവുള്ളൂ. പറഞ്ഞു വരുന്നത് ഇതാണ്, ഓരോരുത്തരും ദൈവം എന്താണോ അവനെ കുറിച്ച് പദ്ധതി ഇട്ടിരിക്കുന്നത് അത് ദൈവമായുള്ള ബന്ധത്തിൽ നിന്ന് കണ്ടെത്തിയാൽ സംതൃപ്തിയാവും. ഒന്നെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടും ദൈവം, ഒന്നെങ്കിൽ വിവാഹം കഴിച്ചു കൊടുക്കും, അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്നതിന് കാരണം കാണിച്ചു കൊടുത്തുകൊണ്ട് അംഗീകരിക്കാൻ കൃപ കൊടുക്കും. അതാണ് സത്യത്തിൽ, അതാണ് ജനങ്ങളുടെ ഉള്ളിലേക്ക് എത്തേണ്ട എല്ലാത്തിൻ്റെ സാരം എൻ്റെ അച്ഛൻ, എല്ലാത്തിൻ്റെ സാരം ദൈവത്തോടുള്ള സ്നേഹവും ബന്ധമാണല്ലോ. അപ്പോൾ അത് കൈമോശം വന്നു പോയേ ആളുകൾക്ക് ഇന്നിങ്ങനെ വലിയൊരു കച്ചവടക്കാരനായിട്ട് ദൈവത്തെ കാണുവാണ്. ഒന്നുകിൽ ആൾക്കാർക്ക് ദൈവത്തിന് ബന്ധമില്ല, അല്ലെങ്കിൽ ദൈവം ഇങ്ങനെ ഒരു വലിയ കച്ചവടക്കാരനെ ദൈവത്തെ കണ്ടിരിക്കുകയാണ്. ദൈവത്തിന് വിഷമം തന്നെയാണ് ആർക്ക് എന്നെ വേണ്ട, എൻ്റെ ശക്തി കൊണ്ട് വിവാഹം നടക്കണം, എൻ്റെ ശക്തി കൊണ്ട് വീട് വെക്കണം, എൻ്റെ ശക്തി കൊണ്ട് അമേരിക്കയ്ക്ക് പോകണം, പക്ഷെ എന്നെ ആർക്കും വേണ്ട ആ രീതിയിലേക്ക്. പക്ഷെ ഇവര് തിരിച്ചറിയുന്നില്ല ദൈവത്തെ നമ്മൾ സ്വന്തമാക്കി ഈ പറഞ്ഞതെല്ലാം കൂടെ വന്നോളൂ. അച്ഛൻ വിവാഹം കഴിക്കാതിരിക്കുന്നു എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ക്രിസ്തുവിനെ കിട്ടിയതുകൊണ്ടാണ്. എത്രയോ സന്യാസിനിമാര് പുരോഹിതന്മാര് വിവാഹം കഴിക്കാതെ ജീവിക്കുന്നു. അവർക്ക് എന്തുകൊണ്ടാണ്? അതിന്റെ അർത്ഥം ഒരു അടയാളമാണത്. ക്രിസ്തുവിനെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാമായി. വിവാഹം കഴിച്ച് ഭാര്യയും ഭർത്താവും മക്കളുള്ളതുകൊണ്ട് അതിന്റെ പേര് ആർക്ക് തൃപ്തി കിട്ടുമോ? നെവർ. ഒരു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തെ കിട്ടിയാൽ മാത്രം തൃപ്തി കിട്ടുന്ന രീതിയിലാണ്. വിവാഹം കഴിക്കാത്തത് ഓർത്തോളൂ. വിവാഹം കഴിച്ചു കഴിഞ്ഞാലും നല്ല സുന്ദരിയായ ഭാര്യ, നല്ല കഴിവുകൾ, ഭയങ്കര ദൈവസ്നേഹം എന്തൊക്കെ ഉണ്ടെങ്കിൽ ശരി, നിങ്ങൾക്ക് വ്യക്തിപരമായ ക്രിസ്തുവിനോട് ബന്ധമില്ലെങ്കിൽ ഒരു വിവാഹ ജീവിതവും നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പോകുന്നില്ല, അല്ലേ? എല്ലാത്തിനും അടിസ്ഥാനം ക്രിസ്തുവുമായിട്ടുള്ളൊരു വ്യക്തിബന്ധമാണ്. അപ്പോൾ അത് വിവാഹം കഴിക്കാത്തവരും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമ്മുടെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിബന്ധമാണ്. അപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരെയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും നമ്മൾ പരിശീലിപ്പിക്കേണ്ടത് ഈ 15-ാമത്തെ വയസ്സിലോ 18-ാമത്തെ വയസ്സിലോ ക്രിസ്തുവിനെ പ്രണയിപ്പിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മളാരും പറയാൻ നടക്കേണ്ട ആവശ്യമില്ല. അവർക്ക് തന്നെ അറിയാം എന്നാ ചെയ്യേണ്ടതെന്നുള്ളത്. ദൈവം അവർക്കെല്ലാം തന്നെ സമയാസമയത്ത്. സത്യത്തിൽ ഈ ഒരു പരിശീലനമല്ലേ വേദപാഠ ക്ലാസ്സിലും മറ്റു ധ്യാനങ്ങളിലും ഒക്കെ നമ്മൾ കൊടുക്കുന്നത്? അതിനകത്തുള്ള പോരായ്മ കൊണ്ടാണോ അതോ സാക്ഷി ജീവിതത്തിന്റെ കുറവ് കൊണ്ടാണോ? സത്യത്തില് സഭ ആഗ്രഹിക്കുന്നത് തന്നെയല്ലേ വേദപാഠ പരിശീലനവും മറ്റു കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നതിലൂടെ. എന്നോട് എൻ്റെ അടുത്ത സ്നേഹിതനായ വികാരിച്ചൻ എന്ന് പറഞ്ഞത്, ഒരു വർഷം ഏതാണ്ട് 36 മണിക്കൂറെങ്ങാണ്ട് സൺഡേ ക്ലാസ് കിട്ടുന്നുള്ളൂ. അപ്പോൾ എന്നൊരു കണക്ക് പറഞ്ഞു. 40 മണിക്കൂറേ കിട്ടുന്നുള്ളൂ. അതിൽ പലതും ചില ദിവസങ്ങളിൽ ഓണമാണെങ്കിൽ ഓണക്കളികളൊക്കെ പ്രോഗ്രാമായിട്ട് അങ്ങനെ പോകും. അങ്ങനെ പല കളിയായിട്ട് പോയിട്ട് ചുരുക്കം ദിവസമാണ് കിട്ടുന്നത്. ഒരു ബാക്കിയുള്ള സമയങ്ങൾ മുഴുവൻ സ്കൂളിലെ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ മുഴുകുന്ന ആ ഒരു ക്രിസ്തീയ കുട്ടി അവന് ഏറ്റവും പ്രധാനപ്പെട്ടത് പഠിക്കാൻ, അവൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് പഠിക്കാൻ, വേദം പഠിക്കാൻ കിട്ടുന്ന സമയം ചുരുക്കമാണ്. അത് അവന് ഈ ലൗകികമായ കാര്യങ്ങളിലൊക്കെ വന്ന് ക്ലാസ്സിൽ നിന്ന് സെറ്റ് ആകുമ്പോഴത്തേന് ക്ലാസ് തീരും. നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുന്നതല്ലേ, നമ്മൾ പ്രാർത്ഥിക്കാൻ അപ്പോൾ സമയം തീരും. പിന്നെ അതുകൊണ്ട് തന്നെ ഈ ഇത്ര സമയം കിട്ടുന്ന വേദപാഠ പഠനങ്ങൾ നമ്മളെ ശരിയായ വലിയ എന്തുമാത്രം വിഷയങ്ങളിലേക്ക് നമ്മൾ സ്റ്റെപ്പായിട്ട് കടന്നു പോകേണ്ടതാണ്. പിന്നെ വേദപാഠം പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ സിലബസ് ചിലപ്പം കാലാനുസരണം മാറ്റം വരുത്തുന്നതായിരിക്കും. പിന്നെ പഠിപ്പിക്കുന്നവർ എന്തുമാത്രം ദൈവവിശ്വാസമുള്ളവരും പഠിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് ബോധ്യമുള്ളവരാണെന്നുള്ളത് വിഷയം കിടക്കുന്നു. പിന്നെ ധ്യാനങ്ങളിലാണെങ്കിലും നമ്മളൊരു ദൈവവിശ്വാസം ഇല്ലാത്ത ആൾക്കാർക്ക് ഒരു വിശ്വാസത്തിന് ഒരു ആരംഭം കുറിക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലേ പലപ്പെടുത്തുന്നുള്ളൂ. അല്ല ആധ്യാത്മികത ഉയർന്ന തലങ്ങളിലേക്കൊന്നും പലപ്പോഴും അതിനേക്ക്, അത് ഈ ധ്യാനങ്ങളുടെ ഒരു ലെവലല്ല അത്. അല്ലെ അങ്ങനെയുള്ള ധ്യാനങ്ങൾ രൂപപ്പെട്ട് വരണം. ധ്യാനങ്ങൾ IHS മിനിസ്ട്രിയുടെ ധ്യാനങ്ങൾ ആ രീതിയിലല്ലേ നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്നത്? ദൈവത്തിൻ്റെ പ്രത്യേക കരുണകൊണ്ട് കഴിഞ്ഞ 25 വർഷമായിട്ടും ഈ നമ്മൾ ധ്യാനം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈശോയ്ക്ക് ഒരു വിഷമം ഉണ്ടാകാൻ ആ രീതിയിൽ, അതായത് എനിക്ക് വേണ്ടിയല്ല ഈ ധ്യാനത്തിന് ആൾക്കാർ വന്നത്, എന്നെ കൊടുക്കാൻ വേണ്ടിയല്ല ഈ IHS മിനിസ്ട്രി ധ്യാനിപ്പിച്ച് എന്നൊരു വിഷമം ഈശോയ്ക്ക് ഉണ്ടാകാത്ത രീതിയിൽ ഒരു കൃപ ഈശോ തന്നു. നമ്മൾ ആദ്യ കാലം തൊട്ട് തന്നെ ഇന്നോളം നമ്മൾ ചെയ്യുന്നത്, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കൂ, അതുവഴി അനുഗ്രഹം പ്രാപിക്കൂ. ദൈവത്തെ സ്നേഹിക്കാനാ അനുഗ്രഹം പ്രാപിക്കാനേ ദൈവത്തെ സ്നേഹിക്കുന്നല്ല, ദൈവത്തെ സ്നേഹിക്കൂ, അതുവഴി അനുഗ്രഹം പ്രാപിക്കും. ഈ വ്യത്യാസമുണ്ട് ആ രണ്ട് വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പോൾ. എപ്പോഴും ഇന്ന് ധ്യാന മേഖലയിൽ വരുന്ന ഒരു വലിയ പ്രശ്നം, അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി ദൈവത്തെ സ്നേഹിക്കുന്നു, അനുഗ്രഹം കിട്ടാതെ വരുമ്പോൾ വേറെ വഴികൾ തേടുന്നു. ദൈവത്തിന് വിഷമം ഓർത്ത് നോക്കി,
ദൈവത്തിന് വിഷമം ഓർത്ത് നോക്കി. ഇപ്പം ഇന്നലെ 25 വർഷമായിട്ടുള്ള എൻ്റെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഒരു പ്രകാശം കിട്ടിയ ദിവസം തന്നെ നമുക്കെപ്പോഴും സുപരിചിതമായ വചനമാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അതിൽ എനിക്ക് ഇന്നലെ ശ്രദ്ധിച്ച വചനം ഇതാണ്: ദൈവം ഏകജാതനെ നൽകിയത് നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയാണ്, മറ്റൊന്നിനു വേണ്ടിയല്ല. അല്ലെങ്കിൽ അല്ലേ? അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം തൻ്റെ ഏകജാതനെ ഭൂമിക്ക് നൽകിയത് നമുക്ക് കാനഡയ്ക്ക് പോകാൻ വേണ്ടിയോ ഓസ്ട്രേലിയക്ക് പോകാൻ വേണ്ടിയോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. അതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ സംഭവിക്കുന്നതാണ്. TV മേടിക്കുമ്പോൾ എന്താ ഒരു പ്രഷർ കുക്കർ ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞത് തന്നെ നമ്മൾ ദൈവത്തെ സ്നേഹിച്ച് പോകുന്ന യാത്രയിൽ സ്വാഭാവികം നമുക്ക് കിട്ടുന്നതാണ് മറ്റു അനുഗ്രഹങ്ങളും. ഈശോ ഓർത്ത് നോക്കിയേ, ഈശോ ഭൂമിയിലേക്ക് വന്ന് ജനിച്ച് പീഡ സഹിച്ച് കുരിശിൽ മരിച്ചത് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ് എന്നിരിക്കെ നമ്മൾ അതിനുവേണ്ടി അവനെ തേടാതെ ഈ കാര്യങ്ങൾ തേടുന്നത് എന്തോ ഒരു വേദനയായിരിക്കും. ഓർത്ത് നോക്കി ഈശോയുടെ വേദന. അതായത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ ഒന്നുകൂടി ഒന്ന് ക്രോഡീകരിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സന്തോഷദായകമായ സംതൃപ്തമായിട്ടുള്ളൊരു കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാവണം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ തരുന്നത്, കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു അടയാളമായിട്ട് സ്വീകരിക്കണം. പിന്നെ എന്താ പറയുക, കുഞ്ഞുങ്ങൾ നല്ല തിരിച്ചറിവിൻ്റെ പ്രായമായി വരുമ്പോഴേക്കും ഈശോ 12-ാമത്തെ വയസ്സിൽ ദൈവപിതാവിൻ്റെ ആ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോയതുപോലെ കുഞ്ഞുങ്ങൾ പ്രായമായി വരുമ്പോഴത്തേനും ക്രിസ്തുവിനെ പ്രണയിക്കട്ടെ, അവൻ്റെ പ്രണയത്തിൽ നിന്നും അവർ പ്രണയം പഠിക്കട്ടെ, അല്ലേ? അങ്ങനെ ചിന്തിച്ചു കഴിയുമ്പോൾ, അല്ലാതെ കുടുംബം ഉണ്ടാക്കാൻ വേണ്ടി പ്രണയിക്കുക എന്നുള്ളൊരു ആശയത്തെക്കാൾ ഉപരി ക്രിസ്തുവിനെ പ്രണയിച്ചു കഴിയുമ്പോൾ ബാക്കിയെല്ലാം ക്രിസ്തു തന്നെ നയിച്ചുകൊള്ളും. യഥാർത്ഥത്തിൽ മനുഷ്യൻ ജനിക്കുന്നത്, ജീവിക്കുന്നത് യഥാർത്ഥത്തിൽ കുടുംബം ഉണ്ടാക്കാനോ പ്രണയിക്കാനോ ഈ ലോകത്തിൽ എന്തെങ്കിലും നേടാനോ അല്ല, മറിച്ച് നിത്യതയെന്ന മഹാസമ്മാനത്തിന് വേണ്ടിയാണ്. അവിടെയാണ് നമ്മൾ നിലകൊള്ളേണ്ടത്. അതാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിത്തറ. അപ്പോൾ നമുക്ക് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈ ചിന്തകൾ അവർക്ക് പ്രചോദനമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഈശോയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും അടുത്ത വിഷയമായിട്ട് വരും. അതുവരെ പരസ്പരം പ്രാർത്ഥനയിലും സ്നേഹത്തിലുമായിരിക്കാം.